ഹായ്, നമുക്കൊന്ന് പുഞ്ചക്കരി വരെ പോയിട്ട് വന്നാലോ? ഓക്കെ, നമ്മൾ ഒരു ഈവനിങ് ടൈമിനാണ് പുഞ്ചക്കരിയിലെത്തിയത്. നല്ല ആംബിയൻസ് ആയിരുന്നു. ഒരു വൈകുന്നേരമൊക്കെ നമുക്ക് നടക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, എല്ലാവരും അവരുടെ കാര്യം നോക്കി നടക്കുന്നു. അപ്പം നമുക്ക് നല്ല രീതിയിൽ വൈബ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് പുഞ്ചക്കരി. വേറെ നമ്മുടെ കുറച്ച് നേരത്തെ ടെൻഷനൊക്കെ മാറ്റി വയ്ക്കാനായിട്ട് നമുക്കത് വഴിയൊക്കെ നടന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രദേശവുമായിട്ട് നമ്മൾ കുറച്ച് അലിഞ്ഞു ചേരും. അതാണ് മെയിൻ കാര്യം. സീനറീസാണ് മെയിൻ അവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. മോർണിംഗിലെ ആ ഒരു സൺറൈസിൻ്റെ ആയാലും ഈവനിങ്ങിലെ സൺസെറ്റിൻ്റെ ആയാലും നല്ല സീനറി ഉണ്ട് അവിടെ. അപ്പോൾ അതുപോലെ തന്നെ ആളുകൾ ഇഷ്ടംപോലെ വരുന്നുമുണ്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ. അത് ഇപ്പം നിങ്ങൾ കാണുന്ന ആ സൈഡിലാണ് ഫോട്ടോഷൂട്ടിൻ്റെ ഒക്കെ വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കായലാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ചങ്ങ് പോയില്ല. കുറച്ച് ഈ പയ്യന്മാർ മീൻ പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് കണ്ടിട്ട് തിരിച്ചു വരിക ചെയ്തത്. കുറച്ചുകൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ കായലൊക്കെ കാണാമായിരുന്നു. അത്രയും നമ്മൾ ഒന്നാമത് എത്തിയത് ലേറ്റായിട്ടായിരുന്നു. അപ്പം അത്രയും ദൂരം പോകാൻ നമുക്ക് പറ്റിയില്ല. പക്ഷേ അവിടെ നിന്ന് വരുന്നവർ താമരപ്പൂവ് കൊണ്ട് വരുന്നത് കണ്ടു. അവരെവിടെ നിന്നാണ് അത് പിച്ചെടുത്തതെന്ന് അറിയത്തില്ല. എന്നാലും കാണാൻ നല്ല രസമായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ. പക്ഷേ നമുക്കത് പറ്റിയിട്ടില്ല. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും കുറച്ചുകൂടെ പോകണം എന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ സ്ഥലങ്ങൾ പോകാനുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ പോയില്ല. അത്രയും കണ്ടു. ഈ പയ്യന്മാർ മീൻ പിടിക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ. കുറേ തവണ അവന്മാർ എറിഞ്ഞു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അതിന് ഇങ്ങനെ കണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ സൺസെറ്റ് കാണാൻ നല്ല രസമാണ്. നല്ല ഒരു ആംബിയൻസ് ഉണ്ട് ആ സമയത്ത്. നമ്മുടെ മൂഡൊക്കെ ഭയങ്കരമായിട്ടും കാമാവുന്നൊരു സമയമാണ് കേട്ടോ ഈ വൈകുന്നേരം സൺസെറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ അത് തന്നെ നോക്കി നിന്നു പോവും. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോണിലൂടെ കാണുന്നതല്ല നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു വിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫോണിലൂടെയൊക്കെ കിട്ടുന്ന ഭയങ്കര കുറവ് കാര്യങ്ങളാട്ടോ. നമ്മുടെ കണ്ണൊരു ക്യാമറ ആയിരുന്നെങ്കിൽ കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടേതായ പേഴ്സ്പെക്റ്റീവിൽ എടുക്കാൻ പറ്റും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് കിരീടം പാലത്തിൻ്റെ ആ സൈഡിലേക്ക് മൂവ് ചെയ്യാണ്. പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്യാമറ അവിടെ ഉണ്ട്, പോലീസുണ്ട്, അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഹെൽമറ്റ് ഇല്ലാതെ വരുന്നവരെ പെറ്റി അടിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹെൽമറ്റ് വെച്ചിട്ട് തന്നെ വരിക. നമ്മുടെ സേഫ്റ്റി ആണല്ലോ ഫസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവിടെയാണ് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലമാണ് കിരീടം പാലം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് നേരം അവിടെ കയറാൻ പറ്റില്ല, കാരണം എപ്പോഴും തിരക്കായിട്ടുള്ള കുറേ പേരിങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവിടെയൊക്കെ നിൽക്കുമ്പം എല്ലാവരും ഫോട്ടോ എടുക്കുന്നതൊക്കെ തോന്നുമ്പം നമ്മൾ അവിടെ നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങും. പിന്നെ സൺസെറ്റ് അവിടെ നിന്ന് കാണാൻ നല്ല ഒരു റെഡ് അല്ല, ഓറഞ്ച് അല്ല, അങ്ങനത്തെ ഒരു കളറായിരുന്നു കേട്ടോ സണ്ണിന്. നല്ല രസമായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആളുകളൊക്കെ നടക്കുന്നതൊക്കെ കാണാം. ഒരു ഈവനിങ് വാക്കിന് പറ്റിയ സ്ഥലമാണ്. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് കൂട്ടില്ലെങ്കിൽ കൂടെ നമുക്ക് നടക്കാം. ഒരുപാട് ആളുകൾ അതുവഴി പോകുന്നുണ്ട്. നമുക്ക് പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഈവനിങ് വാക്കിന് പറ്റിയ സ്ഥലം കേട്ടോ. ഇപ്പുറത്തൊരു കനാൽ ഒഴുകുന്നുണ്ട്. അതിനപ്പുറത്ത് പാടമല്ല, പക്ഷേ ഒരു നല്ല രീതിയിൽ പാടം വൈബ് തരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് പുഞ്ചക്കരി. കുറച്ച് നേരം നമ്മുടെ ഹെറ്റിക് വർക്കൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കാമായിട്ടിരിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കയറിയത് അവിടെ ഒരു ഷാപ്പിലായിരുന്നു, 2D ഷോപ്പ്. പക്ഷേ അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും. പിന്നെ ഫുഡൊക്കെ കൊള്ളാമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. മെയിനായിട്ടും കരിമീനൊക്കെ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അപ്പം എന്തായാലും ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കരിമീനൊക്കെ കിട്ടും എന്നുള്ള ഇതിലാണ് പോയത്. നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, അവർ റേറ്റ് പറഞ്ഞു തരും, നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കരിമീനൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ അങ്ങനെയുള്ളതും സെലക്ട് ചെയ്യാതെ ഈ പ്രോൺസും പിന്നെ ഞണ്ടും അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഫോർഡായിരിക്കും. പിന്നെ റേറ്റ് ഇച്ചിരി കൂടുതലാണ് കമ്പാരിറ്റീവ്ലി അതർ റെസ്റ്റോറൻറ്റ്. പിന്നെ ടേസ്റ്റുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ റേറ്റ് കൊടുക്കണം എന്നാരോ പറഞ്ഞതുപോലെ അത്യാവശ്യം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ചത് അപ്പവും ഞണ്ടും പിന്നെ കരിമീനും പിന്നെ പ്രോൺസും ബീഫും ആണെന്ന് തോന്നുന്നു, പോത്തായിരുന്നു തോന്നുന്നു, എനിക്കറിയത്തില്ല കറക്റ്റ്. അത് കഴിച്ചു. പ്ലേറ്റ് എല്ലാവരും കാലിയാക്കി. നല്ല ഫുഡായിരുന്നു. അതോടെ